ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ എൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ വെള്ളിയാഴ്ച വൈകുന്നേരമാണ് കേട്ടോ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീട്ടിൽ നിന്നിട്ടുള്ളൊരു ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റിട്ടുണ്ട് കേട്ടോ. ഞാൻ കുട്ടികളൊക്കെ കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ട്. ഞാൻ കുറച്ച് വൈകിട്ടാണ് കേട്ടോ എണീറ്റിട്ടുള്ളത്. അപ്പോൾ അനുമോൾ ഇവിടെ നല്ല കളിയിലാണ് കേട്ടോ. അപ്പോൾ പൊന്നു അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവളിതാ സ്റ്റൂളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ അവിടെ റോട്ടിൽ. ചൂലും കുറേ സാധനങ്ങൾ എടുത്തിട്ട് എന്തൊക്കെയോ സാധനങ്ങൾ എടുത്തിട്ട് നല്ല കളിയിലാണ് കേട്ടോ. അപ്പോൾ അവരിവിടെ രണ്ടാളും വീട്ടിൽ വന്ന് നേരത്തെ എണീക്കും കേട്ടോ. അമ്മ എണീക്കിനൊക്കെ ആ സമയത്ത് അവർ എണീക്കും കേട്ടോ. ഞാനാണ് വഴുകി എണീക്കുക. അപ്പോൾ അങ്ങനെ ഞാൻ പല്ലൊക്കെ തേച്ചിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിന്ന് കേട്ടോ. എല്ലാവരുടെയും ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഇഡ്ഡലിയാണ് കേട്ടോ അമ്മ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇഡ്ഡലിയും ചട്നിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ പിന്നെ അമ്മ അടുക്കളയിൽ നല്ല പണിയില്ല കേട്ടോ. ചായ ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് ചായ ഉള്ളൂ കേട്ടോ. കട്ടൻ ചായയും വെച്ചിട്ടുണ്ട്, പാലൊഴിച്ച ചായയും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ചായ ഒന്ന് ചൂടാക്കുകയാണ്. എനിക്ക് അത്യാവശ്യം ചൂട് വേണം കേട്ടോ ചായ. അപ്പോൾ ചായ ചൂടാക്കി കഴിഞ്ഞ് ചായ കുടി കഴിഞ്ഞിട്ട് പിന്നെ അടിച്ചു വാരാനായിട്ടുണ്ട് കേട്ടോ. അമ്മ മുറ്റൊക്കെ 2 ഭാഗം അടിച്ചു വാരിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ വീടിൻ്റെ മുന്നിലുള്ള റോഡിൽ നല്ല ചപ്പ് നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. റബ്ബർ തോട്ടങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ലോണം ചപ്പുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ അടിച്ചു വാരാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും വേഗം ചായയൊക്കെ കുടിച്ചു കേട്ടോ. പിന്നെ ഇതെന്ന് പറയുന്നത് ഇവിടെ ഒരു പൂരം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് പോയപ്പോൾ അച്ഛൻ മേടിച്ച പൊരിയും മുറുക്കൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചിപ്സും ഉണ്ടായിരുന്നു, പൂള ചിപ്സും ഉണ്ടായിരുന്നു. അങ്ങനെ ചായയുടെയും കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഞാൻ നേരെ അടിച്ചു വരാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു വഴുതനങ്ങ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാനിങ്ങനെ വീഡിയോ എടുത്തതാണ്. അപ്പോൾ അമ്മ ഇടിച്ചക്ക ഉണ്ടായിരുന്നു കേട്ടോ. അതാണ് ഉപ്പേരി വയ്ക്കാൻ വേണ്ടിയിട്ട് പോണേ. അപ്പോൾ പുറത്തെ അടുപ്പിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഉപ്പേരി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം അമ്മ അവിടെ കറിക്ക് വേണ്ടിയിട്ടുള്ള കുമ്പളങ്ങയാണ് കേട്ടോ. അതും നുറുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ഉപ്പേരി ഒന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. അത് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. അനുമോൾ അവിടെ പൂള ചിപ്സൊക്കെ എടുത്തിട്ട് നല്ല കളിയിലാണ് കേട്ടോ. അങ്ങനെ ഞാൻ മുറ്റടിക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട്. അപ്പോൾ അത് വീട്ടിലുള്ള വെറ്റില ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ ഈ കവുങ്ങിൻ്റെ മേലെ കൂടെ ഉണ്ടോ പടർത്തിയിട്ടുള്ളത്. പിന്നെ അനിയൻ ഉണ്ടാക്കിയിട്ടുള്ള മീനുകളാണ് കേട്ടോ. അതിൽ മീനുകളൊക്കെ ഉണ്ട്. അതിൻ്റെ മുന്നത്തെ വീഡിയോയിലൊക്കെ ഉണ്ട് കേട്ടോ, ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനതിങ്ങനെ അതിൻ്റെ അടുത്തേക്ക് ഒന്ന് പോയി നോക്കിയതാണ് കേട്ടോ. അപ്പോൾ 4 നേരം കാറ്റൊക്കെ ആയിട്ട് നല്ല ചപ്പ് നിറഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ. മീനുകൾ എങ്ങനെ നേരൊന്നും കാണാൻ പറ്റണില്ല കേട്ടോ. വെള്ളത്തിൻ്റെ കളറൊക്കെ നല്ല മാറിയിട്ടുണ്ട്. പിന്നെ അത് വൃത്തിയാക്കാനായിട്ടുണ്ട് കേട്ടോ. അപ്പം കറുത്ത കളറ് വെള്ളമാണ് കേട്ടോ. അപ്പം മീനുകളെ എങ്ങനെയൊന്നും കാണാനില്ല. അതിൻ്റെ അടുത്തേക്ക് നല്ലോണം അടുത്തേക്ക് നിന്ന് നോക്കിയാൽ ഇങ്ങനെ കാണാം കേട്ടോ. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ വീഡിയോ എടുത്ത് ഇങ്ങനെ നിന്നതാണ്. അപ്പോൾ ഈ ചെടി എന്ന് പറയുന്നത് കിണറിൻ്റെ ആ ഭാഗത്തുള്ള ചെടിയാണ് കേട്ടോ. അപ്പോൾ ഇതിലിങ്ങനെ നിറയെ മഞ്ഞപ്പൂക്കൾ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കണ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ സൈഡിൽ അരിമുളകിൻ്റെ തൈയൊക്കെ ഉണ്ട് കേട്ടോ. അതിലിങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ തൊടിയിൽ നിറയെ ഉണ്ട് കേട്ടോ അരിമുളക്. ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് അരിമുളകിൻ്റെ ഇങ്ങനത്തെ തൈകൾ കേട്ടോ. അപ്പോൾ നാളെ എന്ന് പറയുന്നത് നമ്മുടെ ഒരു പുതിയ വർഷമാണല്ലേ. നാളെ മുതൽ നമുക്ക് 2024 എന്നുള്ള പുതിയ വർഷമാണ്. അപ്പോൾ ഈ വർഷത്തെ ലാസ്റ്റ് ദിവസം ഞാൻ എൻ്റെ വീട്ടിലാണ് കേട്ടോ ഉള്ളത്. അധികം പേരും അങ്ങനെ തന്നെയാവൂലേ, സ്കൂൾ പൂട്ടിയ സമയം. അപ്പോൾ എല്ലാവരും അവനവൻ്റെ ഒക്കെ വീട്ടിലാവൂലേ. അപ്പോൾ പിന്നെ നാളെ എന്തായാലും സ്കൂളുണ്ട്. അപ്പം ഇന്ന് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഞാനിപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ റോഡ് അടിച്ചു വാരാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് അത് കൂടെ ഒക്കെ നടന്നിട്ടുണ്ട്. കണ്ട നല്ല വെയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മ മുറ്റൊക്കെ അടിച്ച് ഇട്ടിട്ടുണ്ട്. അപ്പം അമ്മ അവിടെ കോലായിൽ അനിയത്തിക്ക് ഫോൺ ചെയ്തിരിക്കുകയാണ് കേട്ടോ.
അപ്പോൾ ഇപ്പോൾ വീട്ടിൽ എന്താ ഏടത്തിയമ്മയും കുട്ടിയും ഇല്ല കേട്ടോ. അവർ വീട്ടിൽ പോയിട്ടുണ്ട്, വിരുന്ന് പോയിട്ട് ഇരിക്കുകയാണ്. അപ്പം അവരില്ല. പിന്നെ അനിയത്തി എന്താ വിരുന്നൊന്നും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അവൾ ഇനി ഇവിടെ അടുത്തൊരു കല്യാണം ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് ആവുമ്പത്തിനും വരും, വീട്ടിലേക്ക് വരും. അപ്പോൾ കുറച്ച് ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട് വരും. അപ്പോൾ ഇപ്പോൾ എന്തായാലും വന്നിട്ടില്ല. ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ വീട്ടിൽ. അങ്ങനെ വീട്ടിലുള്ള ചെടികളും കൂടി ഞാനിങ്ങനെ വീഡിയോ എടുത്ത് ഇങ്ങനെ നിന്നു. പിന്നെയാണ് അടിച്ചു വാരാൻ വേണ്ടിയിട്ട് നിന്ന് കേട്ടോ. അപ്പോൾ കുറച്ച് പൂക്കളൊക്കെ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ കറിക്ക് കുമ്പളങ്ങയൊക്കെ ഇങ്ങനെ അരിഞ്ഞെടുത്തത് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പേരി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അമ്മ കൂട്ടാൻ വെക്കാൻ കൂടിയും വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ അവിടെ അടിച്ചു വരാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ നൈറ്റി എന്ന് പറയുന്നത് അമ്മയുടെയാണ് കേട്ടോ. അതാണ് എനിക്കിങ്ങനെ ലൂസായിട്ട് കാണുന്നത്. വീട്ടിൽ വന്ന് ഞാനിങ്ങനെ അമ്മയുടെ നൈറ്റിയൊക്കെ ഇടും കേട്ടോ. ഞാൻ വീട്ടിൽ നിന്ന് അവിടെ നിന്ന് വരുമ്പോൾ മാറ്റാനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും വീട്ടിൽ വന്ന് ഇങ്ങനെ അമ്മയുടെ നൈറ്റിയൊക്കെ എടുത്തിടും. അങ്ങനെ ഞാനിങ്ങനെ അടിച്ചു വാരിയും കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത്യാവശ്യം കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മേലത്തെ വീട്ടിലത്തെ വല്യച്ഛനാണ് കേട്ടോ. എപ്പോഴാണ് വന്നേന്നൊക്കെ ചോദിക്കുകയാണ്. വല്യച്ഛൻ അങ്ങോട്ട് റോട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ വല്യച്ഛൻ എപ്പോഴാണ് വന്നേന്നൊക്കെ ചോദിച്ചിട്ട് നിന്നതാണ്. അങ്ങനെ ഞാൻ അടിച്ചു വാരി കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫുള്ളായി അടിച്ചു വാരിയിട്ട് റോഡൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടു കേട്ടോ. അപ്പോൾ അത് റബ്ബറിൻ്റെ ഒട്ടുപാലാണ് കേട്ടോ. അപ്പോൾ അതങ്ങനെ അവിടെ വെയിലത്തിട്ടിരിക്കുകയാണ്, ഉണക്കാൻ വേണ്ടിയിട്ട് ഇട്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അതും കഴിഞ്ഞ് വന്നിട്ട് പിന്നെ അകം അടിച്ചു വാരി തുടയ്ക്കാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ. അപ്പോൾ അമ്മ അവിടെ ടേബിളൊക്കെ ഒന്ന് തുടച്ചിടുകയാണ് കേട്ടോ. അപ്പോൾ അകം അടിച്ചു വാരിയുള്ള കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നേരെ അകൊക്കെ ഒന്ന് തുടച്ചിട്ടു കേട്ടോ. അപ്പോൾ അനിയൻ കോലായിലിരിക്കുന്നുണ്ട്. അവന് ജോലി ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് സമയം ജോലി ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അനുമോൾ അവനെയും കൊണ്ട് അവൻ അനുമോളെയും കൊണ്ട് ഇന്ന് പുറത്തേക്ക് പോയതാണ് കേട്ടോ. അപ്പോൾ അവളിങ്ങനെ പറയുന്നുണ്ട് എന്നെ ബൈക്കിലൊന്ന് കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവളെയും കൊണ്ടൊന്ന് പോവാണ് കേട്ടോ. അപ്പം പൊന്നു മേലത്തെ വീട്ടിലേക്ക് കളിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പൊന്നു മേലെ അവിടെ കുട്ടികളൊക്കെ ഫുട്ബോൾ കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ടാണ് പൊന്നു പോയിട്ടുള്ളത്. പിന്നെ ഏട്ടൻ ചിക്കൻ മേടിച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതും വാങ്ങി വെച്ചു. പിന്നെ അമ്മ ചിക്കനൊക്കെ ഒന്ന് കൊത്തി അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. പിന്നെ ഉള്ളിയൊക്കെ തൊലിച്ചെടുക്കാനുണ്ടായിരുന്നു. ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ഒന്ന് തൊലിച്ചെടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ അമ്മയുടെ കൂടെ. അപ്പോൾ അതിൽ ചിക്കൻ്റെ ലെഗ് പീസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് ഏട്ടൻ പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഒരു മസാല വാങ്ങി കിട്ടും കേട്ടോ. ഇതിൽ പുരട്ടി വയ്ക്കുന്ന ഒരു മസാല പൊടി അത് വാങ്ങി കിട്ടും. അപ്പോൾ അങ്ങനെ അതാണ് കേട്ടോ പുരട്ടിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ അത് വറുത്തെടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളിയൊക്കെ തൊലിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലത്തെ ഒന്നായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കഴിഞ്ഞിട്ട് അത് പുറത്തടുപ്പിലാണ് കേട്ടോ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചിക്കനും വെക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയൊക്കെ അടുപ്പത്ത് വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എണ്ണ ഒഴിച്ച ഉള്ളി വെല്ലുള്ളി വാട്ടിയെടുക്കുന്നുണ്ട്. അതൊക്കെ മുളക് പൊടി എല്ലാ പൊടികളും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ തക്കാളി അതൊക്കെയുള്ള ഇഞ്ചി വെളുത്തുള്ളി എല്ലാം അരച്ച് അതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചിക്കനും പുറത്ത് അടുപ്പിൽ വെച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതിൽ വെളിച്ചെണ്ണ ആദ്യം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് ആദ്യം ഒരു തിക്ക് ഗ്രേവിയൊക്കെ ആക്കിയിട്ട് ആണ് കേട്ടോ പിന്നെ അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കണേ. അപ്പോൾ അതിലേക്ക് വേണ്ട മസാലകൾ ചിക്കൻ മസാല ഗരം മസാല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ലാസ്റ്റ് ചിക്കനൊക്കെ ചേർത്തി കൊടുത്ത് ഇളക്കുന്നുണ്ട്. അങ്ങനെ അത് പുറത്തെ അടുപ്പിൽ വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ആണ് വേവിച്ചെടുക്കണേ.
അങ്ങനെ അതവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു പൂച്ചക്കുട്ടൻ അവിടെ വന്ന് കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതിനെടുത്താണ് കേട്ടോ. നല്ല വലിയ മുഖമൊക്കെ കണ്ട ഒരു പുലിയുടെ ഒക്കെ പോലെ ഉണ്ട് കേട്ടോ. അങ്ങനെ അത് വറുത്തെടുക്കലൊക്കെ കഴിഞ്ഞിട്ട് ഉള്ളിയൊക്കെ ഇട്ട് അവർ കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ പ്ലേറ്റിൽ. അങ്ങനെ എല്ലാവരും ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കാൻ ഇരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇലയിലാണ് കഴിക്കണേ. അപ്പോൾ എല്ലാവരും കോലായിൽ ഇരുന്നിട്ടാണ് കേട്ടോ കഴിക്കണേ. അച്ഛന് ഇന്ന് പണിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അച്ഛൻ ഉച്ചയ്ക്ക് കഴിക്കാൻ വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും ഇരുന്ന് കഴിക്കണം. അമ്മ അവിടെ കഴിക്കുന്നുണ്ട്. അച്ഛൻ കഴിച്ച് എണീറ്റ് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ടേ ഉള്ളൂ കേട്ടോ. പിന്നെ അങ്ങനെ ഉച്ചക്കത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ വൈകുന്നേരം ചായയൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഉച്ചയ്ക്ക് കുറേ നേരം കിടന്നുറങ്ങി കേട്ടോ. എന്നിട്ട് ചായ വയ്ക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ പാലുണ്ടായിരുന്നു, പാൽ ചായയാണ് ഉണ്ടാക്കണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാത്രം ഒന്ന് വിളമ്പി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചായക്ക് പൂരത്തിന് അച്ഛൻ പോയപ്പോൾ കൊടുത്തിട്ടുണ്ടായിരുന്നേ പൊരിയും മുറുക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതായിരുന്നു കേട്ടോ ചായക്കുള്ള കടി. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ ഒരു വിശേഷങ്ങളെന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് 2023 എന്ന വർഷം ഇന്നത്തോടുകൂടി അവസാനിക്കുകയാണല്ലേ. അപ്പം നാളെ മുതൽ ഒരു പുതിയ വർഷമാണല്ലേ തുടങ്ങണേ. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ നന്മകളാലും അനുഗ്രഹങ്ങളാലും നിറഞ്ഞ ഒരു പുതിയ വർഷം ആശംസിക്കുകയാണ് കേട്ടോ. സർവ്വ ഐശ്വര്യങ്ങളും നിറഞ്ഞ ഒരു പുതിയ വർഷം ആശംസിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളെന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇനി മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ നാളെ മുതൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു.